കഴിഞ്ഞ കുറേ വർഷമായിട്ട് സെപ്റ്റംബർ 30 ഇറങ്ങുന്ന ഐഫോണിന്റെ ഡിസൈനിന് വലിയ മാറ്റങ്ങളൊന്നും അവർക്ക് വരുത്താൻ സാധിച്ചിട്ടില്ലായിരുന്നു. അതിപ്പം 11, 12, 13, 14, 15, 16 വരെയുള്ള മോഡലുകൾ. അതിന്റെ പ്രശ്നം എന്താ വെച്ചാൽ ഈ മേടിക്കുന്നവൻ എപ്പോഴും നടന്ന് പറയണം, ഇത് 16 ആണോ, ഇത് ലേറ്റസ്റ്റ് വെർഷൻ ആണോ, 15 ആണ്, ഇത് എപ്പോഴും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ 11 എടുക്കുന്നവനും 15 എടുക്കുന്നവനും ഫോൺ യൂസ് ചെയ്തുകൊണ്ട് പോകുമ്പോഴത്തേക്ക് സെയിം മോഡൽ, സെയിം ബ്രാൻഡ്, സെയിം ഡിസൈൻ ആയിരുന്നു. സോ അതിനൊരു വ്യത്യാസപ്പെടുത്താൻ വേണ്ടിയിട്ട് ആപ്പിളിന്റെ പുതിയൊരു ഐഡിയ ഈ ചെറിയ ബോക്സിനെ വലിച്ചു നീട്ടി വലിയ ബോക്സ് ആക്കിയെടുത്ത്. ഈ ഡിസൈൻ കണ്ടപ്പോൾ തന്നെ എനിക്കറിയായിരുന്നു എന്തായാലും ചൈനക്കാർ ഇതിന് റെമഡി കണ്ടെത്തും, അല്ലെങ്കിൽ ഇതിന് ഒരു എന്തെങ്കിലും ബാക്കപ്പ് ഓപ്ഷൻ കൊണ്ടുവരുമെന്ന്. സോ വലിയ താമസിക്കാതെ തന്നെ അവരൊരു ഓപ്ഷൻ കൊണ്ടുവന്നിട്ടുണ്ട്. അതിന്റെ ബാക്കിലത്തെ കേസ് മാത്രം മാറിയാൽ മതി. ചെറിയ പൈസയ്ക്ക് നമ്മൾ പുതിയ ഫോൺ എടുക്കേണ്ട ആവശ്യമില്ല. ഇത് ആർക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും ഷോ ഓഫിന് വേണ്ടി പുതിയ ഫോണുകൾ മാറുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഓപ്ഷൻ. പല കളറിൽ അവൈലബിൾ ആണ്. പിന്നെ ഇപ്പം നിലവിൽ മെറ്റലാണ്, വരുന്ന ദിവസങ്ങളിൽ അത് പ്ലാസ്റ്റിക് അവൈലബിൾ ആയിരിക്കും. സോ പൊതുവേ ഞാൻ കണ്ടിട്ടുള്ളത് ഒരു 70% ആപ്പിൾ യൂസ് ചെയ്യുന്നവർ, അല്ലെങ്കിൽ ഐഫോൺ യൂസ് ചെയ്യുന്നതിന്റെ ഫുൾ ഫീച്ചേഴ്സ് ഉപയോഗിക്കുന്നില്ല. ഒന്നീ സോഷ്യൽ മീഡിയ, ഫോണ്, ഫോട്ടോ, കോള്, വീഡിയോസ്, ഇങ്ങനെയുള്ള അല്ലെങ്കിൽ പേയ്മെന്റ്സ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രം, ബേസിക് തിങ്സ് മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ. പിന്നീട് ആൻഡ്രോയിഡ് ഉപയോഗിക്കുന്നവരാണ് ഇച്ചിരൂടെങ്കിലും കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുള്ളൂ. സോ പൊതുവേ ഞാനൊരു ആൻഡ്രോയിഡ് അല്ലെങ്കിൽ സാംസങ് ഫാനാണ്. ഇനി ആർക്കൊക്കെ, അല്ലെങ്കിൽ iOS ആർക്കൊക്കെ ഇഷ്ടമാണ്, ആൻഡ്രോയിഡ് ആർക്കൊക്കെ ഇഷ്ടമാണ്, നമുക്കൊന്ന് കണ്ടറിയാം. ജസ്റ്റ് നിങ്ങളൊന്ന് കമന്റ് ചെയ്യും, നിങ്ങൾക്ക് ഏത് OS ആണ് ഇഷ്ടം, അല്ലെങ്കിൽ നിങ്ങളൊന്ന് വോട്ട് ചെയ്താൽ മതി. iOS ആണോ ആൻഡ്രോയിഡ് ആണ്, ഫാൻ ബേസ് ആർക്കാ കൂടുതലെന്ന് നോക്കാം. ഉപയോഗിക്കുന്നവരല്ല, ഫാനായിട്ടുള്ളത്. പിന്നെ പൊതുവേ നമ്മൾ കുറേ നാൾ iOS ഉപയോഗിക്കുമ്പോഴത്തേക്ക് പിന്നെ നമുക്ക് ആൻഡ്രോയിഡിലോട്ട് പോകാൻ പറ്റത്തില്ല. അങ്ങനെ ഐഫോണിനോട് അല്ലെങ്കിൽ iOSനോട് അത്ര അഡിക്റ്റ് ആയിട്ടുള്ള ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട്. കാരണം അവർ ഫോൺ അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ ഓഫ് കോഴ്സ് ആപ്പിളിലോട്ട് തന്നെ അപ്ഗ്രേഡ് ചെയ്യുള്ളൂ. അപ്പോൾ എന്തായാലും കണ്ടറിയാം, നമുക്കൊന്ന് നോക്കാം ആർക്കാണ് ഫാൻ ബേസ് കൂടുതലുള്ളതെന്ന്. ഓക്കെ, ദെൻ ബൈ, താങ്ക് യു.